വൈകിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ ആ സമയത്ത് കിട്ടണ ഈ തിരിയുടെ മണം, മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷം. കുറച്ച് നേരം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോയേട്ടാ. അമ്മാമ്മയ്ക്ക് കട്ടൻ ചായയാണ്, അമ്മാമ്മ കട്ടൻ ചായയെ കുടിക്കുകയുള്ളൂ. എനിക്കും പാപ്പൂനും പാൽ ചായ. അപ്പോൾ അവന് ദോശ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ രാവിലെ ചുട്ട മാവ്, ദോശ ചുട്ട മാവ് ബാക്കി ഉണ്ടായിരുന്ന അങ്ങനെ അതിൽ അവന് ദോശ ഇട്ടു കേട്ടാ. എത്ര ദോശ കഴിച്ചാലും മടുക്കൂലെന്ന്. ഇവിടെ ഇന്നും ഇന്നലെ മെനിങ്ങാന്നും ഒക്കെ ദോശയായിരുന്നു. അങ്ങനെ ദോശ ചുട്ടു. പിന്നെ കുറച്ച് മാവും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴുകി ഇറക്കി തൂത്ത് വാരി മൊത്തത്തിൽ അങ്ങ് ചുട്ട് കേട്ടാ. പിന്നെ എനിക്കും പാപ്പൂനും പാൽ ചായയാണ്. അപ്പം പാൽ ചായ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാലില്ല, പൊടി ഇട്ടിട്ടാണ്, പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഇട്ടത്. എനിക്ക് പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് കടയിൽ പോകാനുള്ള മടി കാരണം ഞാൻ ഇരുന്ന പൊടി എടുത്ത് ചായ ഇട്ട്. വലിയ കുണവും മണമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ചായ കുടിച്ചോളാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. പിന്നെ നാളത്തേക്കുള്ള മാവിനുള്ള അപ്പം ചുടാനുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആട്ടിയായിട്ട്. അപ്പോൾ പാപ്പു ഇതേപോലെ എൻ്റെ പിറകെ നടക്കും. അവൻ അടുക്കളയിൽ ഇതുപോലെ ജോലിയൊക്കെ ചെയ്യണതും കാണുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ.